ഇന്ന് ഞങ്ങളുടെ അരങ്ങേറ്റാണ് കേട്ടാ. അപ്പൊ രാവിലെ തന്നെ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് പോവാനായിട്ട്. പോവാ കളടാനേ കളട്ടുണ്ട്. സൂപ്പറായില്ലോ കളം. ഇതെൻ്റെ അമ്മയാണ്. അമ്മയും ചേച്ചിയും അബുദാബിയിലാണ്. ചേച്ചി നേഴ്സാണ്. അപ്പം അമ്മയും ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് നിൽക്കണേ. അപ്പോൾ റെഡി ആയതിനു ശേഷം ഞാൻ വേഗം അമ്മേനെ വിളിച്ച് അമ്മയ്ക്ക് കളമൊക്കെ കാണുമെന്ന് പറഞ്ഞ് കളമൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മ വേണ്ട ബാക്കിൽ നിൽക്കണത്. അങ്ങനെ ഞങ്ങൾ വേഗം അമ്പലത്തേക്ക് പോവാണ്. അവിടെ ഒരുവിധം എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അമ്മദേവിയുടെ മുമ്പിൽ ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ കളി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഈ ടീം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കുറേ ആൾക്കാരാണ് ഇവരൊക്കെ കേട്ടാ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഭയങ്കര പ്രഷറിലൊക്കെ ഇരിക്കുകയായിരിക്കും എൻ്റെ ഓഫീസിൽ. പക്ഷേ ഞാൻ രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഓക്കെ ആയിട്ട് തിരിച്ചു വരുള്ളൂ. നമ്മുടെ അരങ്ങേറ്റമൊക്കെ ഒരു 9 മണിക്കുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് ഓടി. ഞാൻ മാത്രം വന്നുള്ളൂ, ബാക്കി ആരും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ വേഗം ഓടി. അങ്ങനെ ഞാൻ വേഗം വീട്ടിലെത്തിയിട്ട് റെഡിയായി. അച്ഛനും ഞാനും അനിയനും കൂടിയിട്ട് പാലക്കാട് വരെ പോവാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ പ്രാവശ്യം ഓണം കൊണ്ടുപോവാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ശക്തൻ വരെ ഓട്ടോറിക്ഷയിലാണ് പോയത്. പിന്നെ ശക്തനിൽ നിന്ന് ഞങ്ങൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലാണ് പോയത്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ലോങ് ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കവും ക്ഷീണമൊക്കെ വരും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ലോണം ക്ഷീണമായിട്ടുണ്ടായിരുന്നു. തലവേദനയൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ കുറച്ച് മാത്രം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തേക്കൊക്കെ പോകേണ്ട കാരണം കൊണ്ട് വേറെ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഒരുവിധം വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അളിയനാണ് ഞങ്ങളെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന്. ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് നേരെ പോയത് അവിടെ അടുത്തുള്ളൊരു മാർക്കറ്റിലേക്കാണ്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ 11:00 എത്തി. ഞങ്ങൾ എല്ലാ പർച്ചേസിങ് കഴിയുമ്പോൾ 2 മണിയായി. അപ്പോൾ ഞങ്ങൾ അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഇവരോട് മിസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോടത്തെ കാഴ്ചകളാണ്. അത് ഒട്ടും നമുക്ക് മിസ് ചെയ്യാൻ തോന്നില്ല. പഴയ ടൈപ്പ് വീട്, പഴയ വഴികൾ, പാടം, പനകൾ, ഇതൊക്കെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശരിക്കും പണ്ടത്തെ കേരളത്തിൻ്റെ ഭംഗി ഇവിടെ തന്നെയാണുള്ളത്.